നമസ്കാരം, ഞാൻ ഹരിദാസൻ. ഒരു IPO ഇല്ലാതെ ഒരു കമ്പനിക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാൻ കഴിയും. പബ്ലിക്കിന് ഓഹരി പങ്കാളിത്തം ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു കമ്പനിക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ IPOവിൻ്റെ ഒരു ഉദ്ദേശം കമ്പനിയിൽ പബ്ലിക്കിൻ്റെ ഓഹരി പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം IPO വഴി ഓഹരി പർച്ചേസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ടുള്ളൊരു പ്രോസസ്സാണ്. കേവലം 8-10 ദിവസത്തിൻ്റെ ഒരു പ്രോസസ്സ് മാത്രമാണ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം IPO എന്ന് പറയുന്നത് ഒരു ലോങ് പ്രോസസ്സാണ്. വളരെയധികം സമയവും എഫർട്ടും അതിനാവശ്യമാണ്. നിരവധി റെഗുലേറ്ററി നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിനു പുറമെ അണ്ടർ റൈറ്റേഴ്സിനെ നിയമിക്കണം, റോഡ് ഷോകൾ നടത്തണം, മിനിമം സബ്സ്ക്രിപ്ഷൻ ഉറപ്പുവരുത്തണം. മിനിമം സബ്സ്ക്രിപ്ഷൻ എന്തെങ്കിലും കാരണവശാൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇഷ്യൂ തന്നെ ക്യാൻസലായിട്ട് പോകും. കമ്പനിക്ക് വലിയ സാമ്പത്തിക നഷ്ടം തന്നെ ഉണ്ടാക്കിയെന്ന് വരും. അതുകൊണ്ടൊരു IPO എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കമ്പനിയുടെ വളർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ് എങ്കിൽ പോലും മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ടെൻഷൻ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ്. ഇതിനൊരു പരിഹാരം അല്ലെങ്കിൽ കുറുക്കുവഴി എന്ന് പറയാവുന്ന ഒരു സംവിധാനം അമേരിക്കയിലും യൂറോപ്പിലൊക്കെ വളരെയധികം വ്യാപകമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു ട്രെൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട താല്പര്യമുള്ളവർക്ക് ഇത് പരമാവധി ഷെയർ ചെയ്യാൻ നോക്കുക. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ IPO നടത്താൻ ഉദ്ദേശിക്കുന്ന കമ്പനി എക്സ്ചേഞ്ചിൽ ഓൾറെഡി ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയായിട്ട് മെർജ് ചെയ്യുകയാണെങ്കിൽ ആ മെർജ്ഡ് എൻറ്റിറ്റിക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ തുടരാം. മറ്റ് ഹഡിൽസ് ഒന്നും ഇല്ലാതെ തന്നെ അവിടെ ട്രേഡിംഗ് ആരംഭിക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ വളരെ ലളിതമായി വളരെ ഈസി ആയിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഈ കമ്പനിക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനെ മെർജ് ചെയ്യാൻ പറ്റുന്നൊരു കമ്പനി ഉണ്ടാവണ്ടേ? തീർച്ചയായിട്ടും അതാണ് SPAC അഥവാ സ്പെഷ്യൽ പർപ്പസ് അക്വിസിഷൻ കമ്പനി. അപ്പോൾ എന്താണ് SPAC, എന്താണ് സ്പെഷ്യൽ പർപ്പസ് അക്വിസിഷൻ കമ്പനി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്? ഇത്തരം കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഇങ്ങനെ IPO നടത്താൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കമ്പനിയുമായിട്ട് മെർജ് ചെയ്യുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമാണ് ഈ SPAC എന്ന് പറയുന്ന കമ്പനിക്കുള്ളത്. അപ്പോൾ SPAC എന്ന് പറയുന്നത് ഒരു കമ്പനിയാണ്, രജിസ്റ്റേർഡ് കമ്പനിയാണ്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ലിസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ IPOവിന് ആഗ്രഹിക്കുന്ന ഒരു കമ്പനിയായിട്ട് മെർജ് ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊരു ബിസിനസ്സും ഈ SPACന് ഇല്ല എന്നർത്ഥം. SPACന് ഒരു പ്രൊമോട്ടർ അല്ലെങ്കിൽ ഒരു സ്പോൺസർ ഉണ്ടായിരിക്കും. എക്സ്പെർട്ട് ആയിട്ടുള്ളൊരു മാനേജ്മെൻറ്റ് ടീമായിരിക്കും ഇതിൻ്റെ പ്രൊമോട്ടേഴ്സ്. സാധാരണയായിട്ട് SPACൻ്റെ ഒരു 20% ഇക്വിറ്റി പാർട്ടിസിപ്പേഷൻ, ഓഹരി പങ്കാളിത്തം ഈ സ്പോൺസേഴ്സ് ആയിരിക്കും എടുക്കുന്നത്. ബാക്കി 80% ഒരു IPO വഴി കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ IPO വഴി കളക്ട് ചെയ്യുമ്പോൾ കോമൺ സ്റ്റോക്കിൻ്റെ പുറമെ വാറണ്ട് കൂടി ഇഷ്യൂ ചെയ്യാറുണ്ട്. വാറണ്ട് എന്ന് പറയുമ്പോൾ ഭാവിയിൽ ഇതിൻ്റെ അഡീഷണൽ സ്റ്റോക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വാറണ്ട് ഉപയോഗിക്കാം. അപ്പോൾ സാധാരണ IPO പോലെ തന്നെ ഇൻവെസ്റ്റേഴ്സും അതുപോലെ HNI ആയിട്ടുള്ള ആൾക്കാർ, PE കമ്പനികൾ ഒക്കെ ഇത്തരത്തിലുള്ള IPOയിൽ പങ്കെടുക്കും. ഈ IPOവിൻ്റെ സമയത്ത് ഏത് കമ്പനിയായിട്ടാണ് മെർജ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് മുൻകൂട്ടി പറയുന്നില്ല. കാരണം അതൊന്നും തീരുമാനിച്ചിട്ടുണ്ടാവില്ല. ഫണ്ട് കളക്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് ഒരു മെർജ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയെ സെർച്ച് ചെയ്യുന്നത് എന്നർത്ഥം. പക്ഷേ ഏത് സെക്ടറിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പലപ്പോഴും പറയാറുണ്ട്. ഫാർമ സെക്ടറാണോ അല്ലെങ്കിൽ IT സെക്ടറാണോ സർവീസ് സെക്ടറാണോ എന്ന് പ്രത്യേകം പറയാറുണ്ട്. അപ്പോൾ ഏത് സെക്ടറാണെന്ന് ഇൻവെസ്റ്റേഴ്സിന് പറയാൻ പറ്റും, പക്ഷേ ഏത് കമ്പനിയാണെന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടായിരിക്കും. ഇങ്ങനെ IPO വഴി സമാഹരിച്ച ഈ ഫണ്ട് ഇവർക്ക് തോന്നിയ പോലെ ഉപയോഗിക്കാൻ പറ്റില്ല. ഇതൊരു ട്രസ്റ്റാണ് കൈകാര്യം ചെയ്യുക. മാത്രമല്ല ഈ ഫണ്ട് കംപ്ലീറ്റ് ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. മറ്റ് ചിലവുകൾക്ക് വേണ്ടി പോലും ഇതിൽ നിന്ന് പൈസ എടുക്കാൻ പറ്റില്ല. അതിനൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്നർത്ഥം. IPOവിന് ശേഷം ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, ട്രേഡബിളും ആണ്. ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് എന്നർത്ഥം. IPOവിന് ശേഷം 2 വർഷത്തിൻ്റെ ഉള്ളിൽ മെർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാർഗറ്റ് കമ്പനിയെ കണ്ടെത്തി മെർജ് ചെയ്യണം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഈ ഫണ്ട് ഇൻവെസ്റ്റേഴ്സിന് തിരിച്ചു കൊടുക്കണം. 2 വർഷമാണ് ഈ SPACൻ്റെ കാലാവധി എന്ന് ചുരുക്കം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മാനേജ്മെൻറ്റ് ചെയ്യുന്നത് ഒരു ടാർഗറ്റ് കമ്പനിയെ കണ്ടെത്തുക എന്നുള്ളതാണ്. IPOവിന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കമ്പനിയെ കണ്ടെത്തുക എന്നുള്ളതാണ്. എന്നിട്ട് ആ കമ്പനി മാനേജ്മെൻറ്റായിട്ട് ഡിസ്കസ് ചെയ്ത് മെർജിങ്ങിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. സ്റ്റോക്കിൻ്റെ പ്രീമിയം ഇത്തരം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും.
അതൊരു എഗ്രിമെൻ്റ് ആയതിനു ശേഷം സ്പാക്കിൻ്റെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കൺസെൻറ്റ് വാങ്ങിക്കണം. സ്പാക്കിൻ്റെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കൺസെൻറ്റ് വാങ്ങിക്കണം. സ്പാക്കിന് അപ്ലൈ ചെയ്ത് കിട്ടുന്നവർക്ക് അവർക്കൊരു ഓഹരി ഉടമകൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഈ മാനേജ്മെൻറ്റ് തീരുമാനിക്കുന്ന ഈ മെർജിങ്, ഈ ഡീൽ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം. വേണമെങ്കിൽ റീഫണ്ട് വാങ്ങിക്കാം എന്നർത്ഥം. റീഫണ്ട് വാങ്ങിക്കാനുള്ള ഒരു പവർ ഈ സ്പാക്കിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. സ്പാക്കിൻ്റെ ഓഹരി ഉടമകളുടെ കൺസെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ മെർജിങ്ങുമായിട്ട് മുന്നോട്ട് പോകുന്നു. സ്പാക്കിൻ്റെ ഓഹരി ഉടമകൾക്ക് ആ ടാർഗറ്റ് കമ്പനിയുടെ ഓഹരി ഇഷ്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി സ്പാക്ക് എന്നുള്ള കമ്പനി ഡിസോൾവ് ആയി പോകും. സ്പാക്ക് എന്നുള്ള കമ്പനി പിന്നെ ഉണ്ടാവില്ല. ഡീസ്പാക്ക് ചെയ്യുക എന്നാണ് ഇതിന് പറയുക. കാരണം ഈ സ്പാക്കിലുള്ള എല്ലാ ഓഹരി ഉടമകൾക്കും ഈ പുതിയ കമ്പനിയുടെ ഓഹരി ഇഷ്യൂ ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ മെർജ്ഡ് എൻറ്റിറ്റി പുതിയ പേരിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡിംഗ് തുടരും ചെയ്യും. ആൾറെഡി ലിസ്റ്റ് ചെയ്ത കമ്പനിയാണല്ലോ, ട്രേഡിംഗ് തുടരും ചെയ്യും. അപ്പോൾ ലിസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, പബ്ലിക് പാർട്ടിസിപ്പേഷൻ വളരെ ഈസി ആയിട്ട് അവർക്ക് കിട്ടി ഈ സ്പാക്കുമായിട്ട് മെർജ് ചെയ്യുന്ന വഴി. അപ്പോൾ പ്രോസസ്സ് വളരെ സിമ്പിളാണ് എന്നർത്ഥം. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയിൽ ഇപ്പോൾ വരുന്ന ഭൂരിഭാഗം കമ്പനികളും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് ഇത്തരത്തിലുള്ള അക്വിസിഷൻ മോഡൽ വഴിയാണ്. സ്പാക്ക് അക്വിസിഷൻ വഴിയാണ് ഭൂരിഭാഗം കമ്പനികളും ഇപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. അമേരിക്കയിലൊക്കെ ഈ സ്പാക്ക് കമ്പനികളുടെ വളർച്ച എന്ന് പറഞ്ഞാൽ വൻ തോതിലാണ് വരുന്നത്. പരമ്പരാഗത രീതിയിലുള്ള IPO ഇപ്പോൾ വളരെ കുറവാണ്. ഇപ്പോൾ സ്പാക്ക് മോഡലിലേക്ക് എല്ലാവരും മാറിക്കൊണ്ടിരിക്കുകയാണ്. 2019 59 IPOകളിൽ നിന്നായിട്ട് $13.6 ബില്യൺ സ്പാക്ക് IPO ആണ് ഉണ്ടായിരുന്നത്. എന്നാൽ 2020 ആകുമ്പോഴേക്കും 248 IPOയിൽ നിന്നായിട്ട് $83.4 ബില്യൺ IPO ഉണ്ടായി, സ്പാക്ക് IPO ഉണ്ടായി. അപ്പോൾ അതിൻ്റെ വളർച്ച മനസ്സിലാക്കാം. 2021 ആയപ്പോഴേക്കും ഇതുവരെ 349 IPOയിൽ നിന്നായിട്ട് $108.5 ബില്യൺ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അമേരിക്കയിൽ നേരത്തെ പറഞ്ഞ പോലെ പരമ്പരാഗത രീതിയിലുള്ള IPO വളരെ കുറഞ്ഞു വരികയാണ്. എന്നാൽ ഇന്ത്യയിൽ ഈ സ്പാക്ക് എന്നുള്ള സംവിധാനം ഇനിയും വന്നിട്ടില്ല. ഇവിടെ വരണമെങ്കിൽ ഒന്നാമതായിട്ട് കമ്പനി ലോ അമെൻമെൻറ്റ് ചെയ്യേണ്ടി വരും. അതായത് ഇവിടെ ഇന്ത്യൻ കമ്പനി ലോ പ്രകാരം കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തതിന് ശേഷം 1 വർഷത്തിൻ്റെ ഉള്ളിൽ ബിസിനസ് കമൻസ് ചെയ്യണമെന്നുണ്ട്. ഈ സ്പാക്ക് എന്ന് പറയുന്നത് 2 വർഷത്തോളം എടുക്കും പുതിയൊരു ടാർഗറ്റ് കമ്പനിയെ കണ്ടെത്തി അതുമായിട്ട് മെർജ് ചെയ്യുക എന്നുള്ള പ്രോസസ്സ്. സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ SEBI ഇതിനെക്കുറിച്ച് സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ പൊളിറ്റിക്കൽ അപ്രൂവൽ കിട്ടിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഭാവിയിൽ വന്നുകൂടായില്ല. എന്നാൽ ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ഇത്തരത്തിലുള്ള ലിസ്റ്റിംഗ് പോസിബിൾ അല്ല നിലവിൽ. എങ്കിലും നമ്മൾക്ക് പരിചയമുള്ള പല കമ്പനികളും, പല ചെറിയ കമ്പനികളൊക്കെ നാസ്ഡാക്കിലൊക്കെ ലിസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഈ ഒരു വിൻഡോ പ്രകാരം, ഈ ഒരു പദ്ധതി പ്രകാരം. ഇന്ത്യയിൽ നമുക്ക് പരിചയമുള്ള റിന്യൂവബിൾ എനർജി പ്രൊഡ്യൂസറായിട്ടുള്ള റിന്യൂ പവർ RMG അക്വിസിഷൻ കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് മെർജ് ചെയ്യാനുള്ള പ്ലാനിലാണ്. അതുവഴി നാസ്ഡാക്ക് എക്സ്ചേഞ്ചിൽ അടുത്ത് തന്നെ ലിസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ റിന്യൂ പവറിൻ്റെ ചുവട് പിടിച്ച് മറ്റു പല കമ്പനികളും ഇതുപോലെ നാസ്ഡാക്കിലൊക്കെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. ഏതായാലും ഇതൊരു സ്റ്റാർട്ടപ്പുകളെ സംബന്ധിച്ചിടത്തോളം, ചെറിയ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഈ IPO എന്നുള്ള ഒരു ഹഡിൽ ടെൻഷൻ അവർക്ക് ഒഴിവാക്കുന്നതിനും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാനും വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. എന്നാൽ ആസ് എ ഇൻവെസ്റ്റർ പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ ഒരു ഹൈ റിസ്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കാറ്റഗറി എന്നുള്ള രീതിയിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസേഴ്സൊക്കെ എടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഏത് കമ്പനിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് പറയാൻ കഴിയില്ല, ഏത് സെക്ടറിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയില്ല, ഒരു 2 വർഷത്തോളം ഫണ്ട് ബ്ലോക്ക് ആവും. ഇങ്ങനെ പല ഇഷ്യൂസും ഇതിലുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം, ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളമുള്ള നിരവധി വീഡിയോസ് ഇനിയും പ്രതീക്ഷിക്കാം. ഓക്കെ, നമസ്കാരം.